വാക്കൻസി ഉള്ളതുകൊണ്ട് കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പോയി. ഞാനിതിപ്പോൾ ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ ISROയുടെ ടെസ്റ്റാണ്. ആദ്യം ഞാൻ HSSCയുടെ ഡ്രാഫ്റ്റ്മാൻ എഴുതി. ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റ് 3ലാണ് കിടന്നത്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അതിപ്പോഴെൻ്റെ ഹോപ്പ് പോയി. ഞാൻ CPTയിൽ പഠിച്ചത്. എനിക്ക് അവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ പറഞ്ഞു ഈ എക്സാമിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്തു. അപ്പോൾ അവരും എൻ്റെ പാരൻസും എല്ലാം കൂടെ പുഷ് ചെയ്താണ് ഞാൻ ഈ ഒരു വാക്കൻസിക്ക് പോയത്. അപ്പോൾ ഈ ഒരൊറ്റ വാക്കൻസി കിട്ടൂല എന്ന് മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. 2025 ഇവിടെ ഞാൻ റെഗുലർ ഡയറക്റ്റ് ബാച്ചിൽ വന്നു. ഇവിടുത്തെ നോട്ട്സ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഞാൻ അല്ലാണ്ട് പുറത്തുനിന്നുള്ള ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് പറയേണ്ടത് ഈ വീക്കെൻഡ്സിൽ നടത്തുന്ന എക്സാംസ്, അത് ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റിൻ്റെ നമ്മുടെ ബുക്കുണ്ടല്ലോ, അത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത്. അറ്റ് എ ടൈം ഞാൻ സെൻട്രൽ പോളിടെക്നിക് കോളേജിലെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഡേയും അതുപോലെ ഈവനിങ് ബാച്ച് വർക്കിംഗ് പ്രൊഫഷണൽസിന് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഷിഫ്റ്റും മാനേജ് ചെയ്തിട്ട് എനിക്ക് അതുകൊണ്ട് ആ ടൈമിൽ എനിക്കിവിടെ പ്രോപ്പറായിട്ട് പല ദിവസങ്ങളിലും റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരുന്നത് ഇവിടുത്തെ റെക്കോർഡഡ് സെഷൻസ് ആണ്. മാക്സിമം ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്താണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയത്. അതിലെനിക്ക് ഏറ്റവും വലിയ താങ്ക്സ് പറയാനുള്ളത് സിവിലിയൻസിൻ്റെ അടുത്താണ്. സിവിലിയൻസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ജോലിയെ കിട്ടൂല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്.